സൗജന്യമായി യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം. കള്ളം പറയുന്നത് സാറേ, അത് സിറ്റി ബസ്സാണ്. ഗുഡ് ഈവനിങ് എവ്രി വൺ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UDF ഗവൺമെന്റിന്റെ അവർ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഒന്നായ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്ന് CP ജോൺ, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയും പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായ VD സതീശനും കൂടി രണ്ടുപേരും കൂടി നിർവഹിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് ആദ്യം പോവാം. ഇപ്പം തന്നെ ഒരുപാട് ചോദ്യമുനയിലൂടെയാണ് ഈ ഒരു യാത്രാ ഫെസിലിറ്റി ഇപ്പോൾ VD സതീശൻ്റെ സർക്കാർ ഇപ്പം നടപ്പിലാക്കിയിരിക്കുന്നത്. കാരണം ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ സ്ത്രീകൾക്ക് നിലവിൽ യാത്രാ സൗകര്യമുള്ളൂ. ഈ ഒരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് അവർക്ക് കുറേ പ്രശ്നങ്ങൾ വരും. അതുപോലെ ആണുങ്ങൾക്ക് സൗജന്യ യാത്ര ഇല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേയധികം ചോദ്യങ്ങളും ആരോപണങ്ങളും വരുന്നുണ്ട്. പക്ഷേ VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രമേ ഈ ഒരു കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ, കാരണം തമിഴ്നാട്ടിലും കർണാടകത്തിലും 3 കൊല്ലം മുമ്പേ നടപ്പിലാക്കിയിട്ടുണ്ട്. അതും കോൺഗ്രസ് വെച്ചിരുന്ന സർക്കാരായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. ഇതിനു മുമ്പ് തമിഴ്നാട്ടിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലുണ്ട്. സോ ഇത് ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. സോ വെയിറ്റ് ചെയ്തിട്ട് കാണുക എന്താവും ഈ പദ്ധതിയുടെ പ്രോഗ്രസ് എന്ന് മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ പറ്റൂ. ഒരു ഇനീഷ്യേറ്റീവ് കേരളത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അഭിപ്രായം അറിയേണ്ടത് പ്രതിപക്ഷത്തിൻ്റെതാണ്. പ്രതിപക്ഷത്തിന് ഈ ഒരു വിഷയത്തിൽ എന്താണ് അവരുടെ അഭിപ്രായം, അവരുടെ നിലപാട് എന്താണ് ഈ ഒരു കാര്യത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതിൽ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും എവിടെ സൗജന്യമായി യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം, അല്ലേ? ടൂറിസം പോലെ ഉപയോഗിക്കാം ഉൾപ്പെടെ എല്ലാം എന്തൊക്കെയാ പറഞ്ഞു വന്നത്. ആ പറഞ്ഞു വന്നിട്ട് ഇപ്പം ഏറ്റവും അവസാനം ഏതാണ്ട് 1000 ബസ്സിൽ മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് മലബാറിൽ തീരെ ഓർഡിനറി ബസ്സില്ല, വളരെ അപൂർവമേ ഉള്ളൂ. ഇനിയും കുറേയും കൂടി തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റ് KSRTCയുടെ ഓർഡിനറി ബസ്സുള്ളത്. അത് വളരെ വളരെ ഭാഗികമായ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അത്രത്തോളം സൗകര്യം കൊടുത്തതിന് ഞങ്ങൾ ഇതിനെ എതിർക്കേണ്ട കാര്യമില്ല. ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വിമർശനാത്മകമായ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ടേക്ക് പോയി സഹകരിക്കുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്ന കാര്യമില്ല. ഇല്ല, അത് വളരെ ആളെ പറ്റിക്കുന്ന സമീപനത്തിൻ്റെ ഭാഗം. അപ്പോൾ ഗോവിന്ദൻ സഖാവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ എവിടെയും പോകാനുള്ള ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് UDF അവർ ഇലക്ഷൻ്റെ സമയത്ത്, അല്ലെങ്കിൽ KSRTCയിൽ ഇന്ത്യയിൽ എവിടെയും പോകാനുള്ളൊരു സ്ത്രീകൾക്ക് ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാനുള്ള ഒരു ഓഫർ ഉണ്ടായിരുന്നു എന്നാണ്. എനിക്കൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും എല്ലാ സംസ്ഥാനത്തേക്കും പോകുന്ന ബസ്സുകൾ നമ്മുടെ സംസ്ഥാനത്തു നിന്നുണ്ടോ? തിരുവനന്തപുരത്തു നിന്നോ എറണാകുളത്തു നിന്നോ കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്നോ, ഇനിയിപ്പോൾ സഖാവിൻ്റെ മണ്ഡലമായ കണ്ണൂരിൽ നിന്ന് എവിടെന്നെങ്കിലും വരുന്ന പുറപ്പെടുന്ന ബസ്സുകൾ ഏതെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിൽ ഏറി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ഈ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്ന ബസ്സുകളുണ്ട്. അതിൻ്റെ അപ്പുറം ആന്ധ്രയ്ക്ക് പോകുന്ന ബസ്സുകൾ ഉണ്ടായിരിക്കാം. പിന്നെ ഗോവയ്ക്ക് ഏതൊരു ബസ് ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പുറം വേറെ ഏത് ബസ്സാണ് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുവാൻ ഉള്ള ബസ്സുകൾ നമുക്കുള്ളത്? കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചത് UDF ആണോ LDF ആണോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഇപ്പോൾ സഖാവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. മറുപടി ഉണ്ടാവില്ല. എന്തായാലും CPMൻ്റെയും CPIൻ്റെയും എല്ലാ MLA ചേർത്തിട്ട് 36 MLA ഉള്ളൂ. നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തോളൂ ഇങ്ങനെ ഒരു കാര്യത്തിൽ. അതാണ് നിങ്ങളുടെ നിലപാടെന്ന് തീർച്ചയായും നിങ്ങൾക്ക് വിട്ടു നിൽക്കാം. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ്? അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന CPMൻ്റെയും CPIൻ്റെയും ഈ ഒരു നിലപാട് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇത് കൂടാതെ നമ്മൾ ട്രീ കട്ടർ ചാനൽ, അതായത് കുത്തിത്തിരിപ്പ് ചാനൽ എന്ന് ഞാൻ വേണമെച്ചാൽ പറയാം, അവരൊരു മൈക്കും പിടിച്ച് തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലൂടെ പോയിട്ടുണ്ടായിരുന്നു. ആർക്കൊക്കെ ഓഫർ കിട്ടി, ആർക്കൊക്കെ സൗജന്യ യാത്ര കിട്ടി, ആർക്കൊക്കെ സൗജന്യ യാത്ര കിട്ടിയില്ല എന്നുള്ളത് കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവർ മൈക്കെടുത്ത് പോയിട്ട് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും കണ്ടു. അതായത് ഓഫർ ഇല്ലാത്ത ബസ്സുകളിൽ യാത്ര ചെയ്യാൻ നിൽക്കുന്ന സ്ത്രീകളാണ് തോന്നുന്നു. അതായത് അവരുടെ അടുത്ത് പോയി ചോദിച്ചു, നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? സ്വാഭാവികമായും മറുപടി ഇല്ല എന്ന് തന്നെയായിരുന്നു. അതിനുശേഷം ഒരു പാസഞ്ചർ വന്നു. ആ പാസഞ്ചർ പറഞ്ഞത് അവർക്ക് ഫ്രീ ആയിട്ട് യാത്ര കിട്ടിയെന്നാണ്. അപ്പോൾ ഏത് ബസ്സിലാണ് പോയത്, എവിടെയാണ് ആ ബസ് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു 100 കണക്കിന് ചോദ്യങ്ങൾ. അവർ ആ ബസ് കാണിച്ചെടുത്തപ്പോൾ ഇതല്ല ആ ബസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിൻ്റെ വീഡിയോയും ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അവിടെ 1 മണിക്കൂർ ക്യൂ നിന്ന് എത്ര സമയം നിന്നിട്ട് 3/4 മണിക്കൂറായി. അതും സൈക്കിൾ വയ്യാത്തന്നെ ഇവിടെ ചോദിച്ചത്. അരുൺ, ഇത് കണ്ടോ? എല്ലാ ബസ്സുകൾക്കും സിറ്റി ഫാസ്റ്റ് സ്റ്റിക്കറാണ് പതിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഏകദേശം എല്ലാ സ്ത്രീകളും
സൗജന്യ യാത്ര പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുന്നു. ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ട് വിവരങ്ങൾ ചോദിക്കുന്നു. അവർക്കും മറുപടി പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. എത്ര മണിക്കാണ് വന്നത്? ഞാനാണെങ്കിൽ 3/4 മണിക്കൂർ നരിയാമ്പൂടാണ് പുൽപ്പടിയിൽ നിന്നതാണ്. കിട്ടാനില്ലാത്തോണ്ട് സാധാരണ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ 9 മണിക്ക് പ്രതീക്ഷിച്ചു. 9 മണിക്ക് ശേഷം ഈ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. സാധനങ്ങളും വാങ്ങിച്ച് വന്നതാണ്. അവിടുന്ന് ബസ്സിന് പൈസ കൊടുത്താണ് വന്നത്. ഈ സ്റ്റോട്ടിലെ ബസ്സിന് വേണ്ടി നമ്മൾ 18 രൂപ ഞാൻ കുടപ്പനക്കുന്നിൽ നിന്ന് കൊടുത്ത അവസ്ഥയായി പോയി കേട്ടോ. സൗജന്യ യാത്ര ഉണ്ടോ? ഇവിടെ ഉണ്ടോ? എപ്പറുണ്ട്? എവിടെ അപ്പുറം എവിടെ ഏട്ടാ? അപ്പുറം എവിടെയാ? കാണുന്നില്ല. എവിടെ? ഇത് സിറ്റി ബസ്. നിങ്ങൾ എന്താ പറയണേ? കുടപ്പനക്കുന്ന് സിറ്റി ബസ് നിങ്ങൾ എന്താ പറയണേ? അല്ല, അത് സിറ്റി ബസ്സാണ്. നമ്മള് 10 മിനിറ്റ് എവിടെ സൗജന്യ ബസ്. വേറെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ UDFിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു സ്റ്റേജിൽ 10 പേർക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ മിനിമം 100 പേരെങ്കിലും ചാടിക്കയറി അവിടെ നിൽക്കും. എല്ലാവർക്കും മെയിൻ ആവണം, എല്ലാവർക്കും ക്യാമറയുടെ മുമ്പിൽ വരണം, ഞാനാണ് ഈ കൂട്ടത്തിൽ പ്രധാനി എന്നുള്ള രീതിയിൽ എല്ലാവരും കാണിക്കാൻ ശ്രമിക്കും. അങ്ങനെ കൊല്ലത്ത് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഇടയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അവരുടെ മേത്ത് അവിടെ ബസ്സിൽ ഒരു പ്രവർത്തകൻ്റെ കയ്യിൽ നിന്ന് നേരെ അവരുടെ തലയിൽ ഒരു ഗ്ലാസ് പായസമൊക്കെ പോകുന്നൊരു സംഗതിയൊക്കെ ഉണ്ടായി. എന്തായാലും ക്യാമറ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ ഈ ഗ്ലാസ് പായസം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻ പ്രസൻസും കിട്ടുന്നുള്ള ഒരു രീതിയിലായിരിക്കും അദ്ദേഹം ഗ്ലാസ്സൊക്കെ പാസ് ചെയ്തു. അത് ചിലപ്പോൾ മിനിസ്റ്റർക്കാണോ അതോ മിനിസ്റ്ററിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വേറെ ആർക്കാണോ കൊടുത്തതെന്ന് വ്യക്തമല്ല. പക്ഷെ എന്തായാലും തലയിൽ കൂടെ നല്ല രീതിയിൽ അഭിഷേകം ചെയ്തിട്ടുണ്ട് ഈ ഒരു പായസമൊക്കെ. ഇങ്ങനത്തെ കോമാളിക്കളികൾ UDFിൽ ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത്. ഇലക്ഷൻ സമയത്ത് നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആരാണ് മുന്നിൽ നിൽക്കേണ്ടതെന്ന് കൂടാനുള്ള ഒരു അടി, അതേപോലെ ഇലക്ഷൻ പ്രചരണ വാഹനത്തിൽ ചാടിക്കയറാൻ വേറൊരു അടി. സോ അതിൻ്റെ ഒരു വേറെ വെർഷനായിട്ട് തന്നെ ഇത് കണ്ടാൽ മതി. കൂടാതെ നമ്മുടെ മറുനാടൻ മലയാളി വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷാജിൻസ്കറിയുടെ വീഡിയോയിൽ കണ്ടത്, അതായത് തിരുവനന്തപുരത്ത് കുറേ ബസ്സുകൾ, അതിൽ എല്ലാം ഓർഡിനറി ബസ്സുകളിലാണ് സിറ്റി ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് അത് ഓർഡിനറി അല്ലാതെ ആക്കിയിരിക്കുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ചൊരു കൺഫേം ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ കൂടുതൽ കിടക്കാത്തത്. എല്ലാ സ്ത്രീകൾക്കും യാത്ര സൗജന്യമാണെന്നുണ്ടെങ്കിലും KSRTCൻ്റെ നിലവിലുള്ള അവസ്ഥ വെച്ച് ഇത് എത്ര കാലം എങ്ങനെയാണ് പോകുകയെന്നൊന്നും പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഏകദേശം 800 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ഈ ഒരു പരിപാടിക്കായിട്ട് KSRTCക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ടെന്നാണ്. സോ എല്ലാം നല്ലതുപോലെ നടക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.